രാമായണ മാസം 15-ാം ദിനമാണ് ഇന്ന്. ഭരതനും കൂട്ടരും വന്നുപോയതിനു ശേഷം ശ്രീരാമചന്ദ്രൻ ഉൾവനത്തിലേക്ക്, അതായത് ദണ്ഡകാരണ്യത്തിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. കാരണം അയോധ്യയുടെ അടുത്താണ് ചിത്രകൂടം. അതിനാൽ ഇനിയും ആരെങ്കിലുമൊക്കെ തന്നെ സന്ദർശിക്കാൻ വരുമെന്ന് കരുതിയാണ് ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്. ഉൾവനത്തിലേക്ക് പോകുന്ന വഴിയിലായിരുന്നു അദ്രി മഹർഷിയുടെ ആശ്രമം. അവർ അവിടെ ചെന്ന് അദ്രി മഹർഷിയെ നമസ്കരിച്ചു. അതിനുശേഷം അദ്രി മഹർഷിയുടെ പത്നിയായ അനസൂയ സീതാദേവിയെ ആലിംഗനം ചെയ്തു. വിശ്വകർമാവ് ഉണ്ടാക്കിയ 2 കുണ്ടലങ്ങളും പട്ടുസാരിയും ഒപ്പം ഒരു കുറിക്കൂട്ടും സീതാദേവിക്ക് നൽകി. എന്നിട്ട് സീതാദേവിയോട് പറഞ്ഞു, ഈ കുറിക്കൂട്ട് ശരീരശോഭ എന്നും നിലനിർത്താനായി ദിവസവും ശരീരത്ത് പൂശിക്കൊള്ളുക. ഇങ്ങനെയൊക്കെ പറഞ്ഞ് സീതാദേവിയെ അനുഗ്രഹിച്ചു. അതിനുശേഷം അവർ അന്ന് അവിടെ താമസിക്കുകയും പിറ്റേ ദിവസം രാവിലെ സ്നാനമൊക്കെ കഴിഞ്ഞ് മഹർഷിയോട് യാത്ര പറഞ്ഞ് അവരവിടെ നിന്നും തിരിച്ചു. മഹർഷിയുടെ ശിഷ്യന്മാർ അവരെ മറുകരയിൽ എത്തിച്ചു. അവർ അങ്ങനെ നിബിഡമായ ദണ്ഡകാരണ്യത്തിലേക്ക് കടന്നു. ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറഞ്ഞു, ഇവിടെ രാക്ഷസന്മാരുടെ ഉപദ്രവം സർവ്വസാധാരണമാണെന്ന് കേട്ടിട്ടുണ്ട്. അതിനാൽ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. വില്ലിൽ ഞാൻ കെട്ടി ശരം കയ്യിൽ ധരിച്ചു വേണം നടക്കാൻ. ഞാൻ ഏറ്റവും മുമ്പിൽ നടക്കാം, നീ പിറകിൽ നടക്കുക. ജീവാത്മാവിന്റെയും പരമാത്മാവിന്റെയും ഇടയിൽ മായ എന്ന പോലെ സീതാദേവി നമ്മുടെ നടുക്ക് നടന്നുകൊള്ളട്ടെ. ഇത്രയും പറഞ്ഞ ശേഷം സീതയോട് പറഞ്ഞു, പേടിക്കണ്ട എന്ന് പറഞ്ഞ് സീതാദേവിയെയും ശ്രീരാമചന്ദ്രൻ സമാധാനിപ്പിച്ചു. അവർ അങ്ങനെ കുറച്ചു ദൂരം നടന്നപ്പോൾ ഇവരെ ലക്ഷ്യമിട്ട് ഒരു ഉഗ്ര രാക്ഷസൻ വരുന്നത് ശ്രീരാമചന്ദ്രൻ കണ്ടു. ഉടൻ തന്നെ ലക്ഷ്മണനോട് ശരം തൊടുത്ത് തയ്യാറായി നിന്നുകൊള്ളുവാൻ പറഞ്ഞു. ആ രാക്ഷസൻ അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ട് ഇവരുടെ മുന്നിൽ വന്നു ചോദിച്ചു, നിങ്ങൾ ആരാണ്? മുനിമാരുടെ വേഷമിട്ട് എന്തിനാണ് ഈ വനത്തിലൂടെ സഞ്ചരിക്കുന്നത്? നിങ്ങളുടെ കൂടെയുള്ള ഈ സ്ത്രീ ആരാണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ശ്രീരാമചന്ദ്രൻ മറുപടിയായി പറഞ്ഞു, ഞാൻ രാമനാണ്. ഇത് എന്റെ പത്നിയായ സീതാദേവിയും മറ്റേത് എന്റെ ജ്യേഷ്ഠൻ ലക്ഷ്മണനുമാണ്. ഞങ്ങളുടെ അച്ഛന്റെ കൽപ്പന പ്രകാരം ഞങ്ങൾ വനവാസത്തിനായാണ് ഈ വനത്തിൽ എത്തിയിരിക്കുന്നത്. മാത്രമല്ല നിന്നെ പോലെയുള്ള ദുഷ്ടശക്തികളെ നശിപ്പിക്കാനും കൂടെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ആ രാക്ഷസൻ അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ പ്രസിദ്ധനായ വിരാധനാണ്. സീതാദേവിയെ എനിക്ക് വിട്ടുതന്നിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് പോയിക്കൊള്ളുക, അല്ലെങ്കിൽ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഇപ്പോൾ തന്നെ ഭക്ഷിക്കുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് സീതാദേവിയെ അപഹരിക്കാനായി പാഞ്ഞെടുത്ത രാക്ഷസന്റെ 2 കരങ്ങളും ശ്രീരാമചന്ദ്രൻ മുറിച്ചു വീഴ്ത്തി. അതിനുശേഷം ശ്രീരാമചന്ദ്രനെ വിഴുങ്ങാനായി വന്നപ്പോഴേക്കും 2 കാലുകളും മുറിച്ചെടുത്തു. പിന്നീട് ഒരു പാമ്പിന്റെ രൂപത്തിൽ ഉപദ്രവിക്കാൻ വന്നപ്പോൾ തലയും മുറിച്ചു കളഞ്ഞു. അങ്ങനെ ഇത് കണ്ട് സന്തുഷ്ടയായ സീതാദേവി ശ്രീരാമചന്ദ്രനെ ആലിംഗനം ചെയ്തു. ആ സമയം ആ രാക്ഷസന്റെ ശരീരത്തിൽ നിന്നും ഒരു പുരുഷരൂപം പുറത്തു വന്നു. ആ പുരുഷരൂപം ശ്രീരാമചന്ദ്രന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഞാൻ വിദ്യാധരനാണ്. പണ്ട് ദുർവാസാവ് ശപിച്ച് ഞാനൊരു രാക്ഷസനായി മാറിയതാണ്. അങ്ങിപ്പോൾ എനിക്ക് ശാപമോക്ഷം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം വിദ്യാധരൻ സ്വർഗത്തിലേക്ക് യാത്രയായി. അതിനുശേഷം അവർ ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. ശരഭംഗ മഹർഷി അവർക്ക് അതിഥി സൽക്കാരം ചെയ്തു. മഹർഷി ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു, വളരെ കാലമായി ഞാൻ തപസ് അനുഷ്ഠിച്ച് അങ്ങയെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. തപസ്സിലൂടെ ഞാൻ സമ്പാദിച്ച പുണ്യമെല്ലാം അങ്ങയെ സമർപ്പിക്കാനായാണ് ഞാൻ കാത്തിരുന്നത്. ഇപ്രകാരം പറഞ്ഞ ശേഷം ഒരു അഗ്നികുണ്ഡം തയ്യാറാക്കി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് തന്റെ ശരീരം ആ അഗ്നിയിൽ ദഹിപ്പിച്ചു. അങ്ങനെ ദിവ്യ സ്വരൂപം സ്വീകരിച്ച് ബ്രഹ്മലോകത്തേക്ക് പോവുകയും ചെയ്തു. രാമലക്ഷ്മണന്മാരെ കാണാനായി മറ്റു മഹർഷിമാരൊക്കെ ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിലെത്തി. എന്നിട്ട് അവർ രാമനോട് അവരുടെ ദയനീയ അവസ്ഥ മനസ്സിലാക്കാനായി അവരുടെ ആശ്രമം സന്ദർശിക്കാൻ വരണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അതുപ്രകാരം അവർ മൂവരും ആ മുനിമാരുമൊത്ത് അവരുടെ ആശ്രമം സന്ദർശിക്കാനായി ദണ്ഡകാരണ്യത്തിലേക്ക് പോയി. ദണ്ഡകാരണ്യത്തിൽ അനേകം തലയോട്ടികളും എല്ലുകളും ഒക്കെ ചിന്നി ചിതറി കിടക്കുന്നത് കണ്ട് ശ്രീരാമചന്ദ്രൻ ചോദിച്ചു, ഇതൊക്കെ ആരുടെ തലയോട്ടികളും എല്ലുകളുമാണ്? മുനിമാർ
ഇതൊക്കെ ഋഷികളുടെ തലയോട്ടികളും എല്ലുകളുമാണ് എന്ന് മറുപടി പറയുകയും സമാധിയിൽ നിന്നും തെറ്റുന്ന ഋഷിമാരെ കൊല്ലാനായി ഇവിടെ ധാരാളം രാക്ഷസന്മാരുണ്ടെന്നും ഈ വനത്തിൽ ഒത്തിരി ധാരാളം രാക്ഷസന്മാരുണ്ടെന്നും വളരെ ഭയത്തോടുകൂടി ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു. അതിനു മറുപടിയായി ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, ഈ വനത്തിലുള്ള രാക്ഷസന്മാരെ ഒക്കെ കൊന്ന് നിങ്ങൾക്ക് അഭയം നൽകുന്നതായിരിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തു അവരോട്. അങ്ങനെ മഹർഷിമാരാൽ പൂജിക്കപ്പെട്ടവനായി ശ്രീരാമചന്ദ്രൻ സീതാദേവിയും ലക്ഷ്മണനുമൊത്ത് 10 വർഷം ദണ്ഡകാരണ്യത്തിൽ ഓരോ മഹർഷിമാരുടെ ആശ്രമത്തിലായി താമസിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവർ അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനായ സുതീക്ഷ്ണ മഹർഷിയുടെ ആശ്രമത്തിലെത്തി. സുതീക്ഷ്ണ മഹർഷി ശ്രീരാമചന്ദ്രനെ പൂജിച്ചു. അദ്ദേഹത്തെ അനുഗ്രഹിച്ച ശേഷം ഗുരുവായ അഗസ്ത്യ മഹർഷിയെ കാണണം എന്ന് ശ്രീരാമചന്ദ്രൻ ആവശ്യപ്പെട്ടു. അതുപ്രകാരം അവർ സുതീക്ഷ്ണ മഹർഷിയുമൊത്ത് അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. അഗസ്ത്യ മഹർഷി അവരെ ശ്രീരാമചന്ദ്രനെ സ്നേഹപൂർവം വരവേറ്റു. അതിനുശേഷം ഇന്ദ്രൻ തന്നെ ഏൽപ്പിച്ച 2 വൈഷ്ണവ ശാപവും അമ്പൊടുങ്ങാത്ത 2 ആവനാഴിയും ശ്രേഷ്ഠമായ ഒരു വാളും ശ്രീരാമന് സമ്മാനിച്ചു. മഹർഷി ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു, ഗൗതമി നദിയുടെ തീരത്തുള്ള പഞ്ചവടി വനത്തിൽ പോയി താമസിച്ച് ഈ ഭൂമിക്ക് ഭാരമായുള്ള രാക്ഷസന്മാരെ ഒക്കെ അപഹരിക്കാനും ദൈവിക കാര്യങ്ങൾ ചെയ്യാനും ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു. ശ്രീരാമചന്ദ്രൻ ഗുരുവിനെ നമസ്കരിച്ച് ഗുരുവിനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും അവർ പഞ്ചവടി വനത്തിലേക്ക് പോകുന്നു. പഞ്ചവടി വനത്തിലേക്ക് പോകും വഴി ഒരു കഴുകനെ കാണുന്നു. ആ കഴുകൻ ഒരു രാക്ഷസനാണോ എന്ന് ആദ്യം സംശയിച്ചു. എന്നാൽ പിന്നീട് അത് ജടായു ആണ് എന്നും തങ്ങളുടെ അച്ഛന്റെ സുഹൃത്താണ് എന്നും മനസ്സിലാക്കി അവർ താമസിക്കുന്നതിന്റെ അടുത്തു തന്നെ ആ ജടായുവിനും താമസ സൗകര്യം ഒരുക്കി കൊടുത്തു. ലക്ഷ്മണനാകട്ടെ നല്ല മനോഹരമായ ഒരു പർണശാല അവിടെ പണിതു. അവർ സന്തോഷപൂർവം അവിടെ താമസിച്ചു. ഇനി കഥയുടെ ബാക്കി എന്തായിരിക്കും അറിയണമെങ്കിൽ നാളെയും വീഡിയോ കാണുക. നന്ദി.